നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരത്തെ, മോനിത് എവിടെ പോയിരുന്നു ഇത്രയും നേരം? ഒരാവശ്യത്തിന് വേണ്ടി പോയായിരുന്നു. എന്താവശ്യം? ഒരു ബിസിനസ് ഡീലാ. മീറ്റിംഗ് കഴിഞ്ഞപ്പോ വൈകി. നീ വല്ലതും കഴിച്ചായിരുന്നോ? 5 സ്റ്റാർ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ എനിക്ക് വേണ്ടത്. ഇതിനെക്കാട്ടും രുചിയുള്ള ഭക്ഷണം എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മോൻ വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. 5 സ്റ്റാർ ഒന്നും നിന്നേ. ഇതേ വഴിയമ്പലമൊന്നും അല്ല, തോന്നുമ്പോ പോവാനും വരാനും. രാത്രി 9 മണിക്ക് മുൻപ് വീട്ടിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ അന്ന് പ്രവേശനം ഉണ്ടായിരിക്കുന്നല്ല പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണുങ്ങളായ പലതരക്കും കാണില്ലേ. നിന്റെ തിരക്കെന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിക്കണം, അല്ലെങ്കിൽ രാത്രി പുറത്ത് കിടക്കേണ്ടി വരും. കേട്ടോ അമ്മ പറഞ്ഞത്? എന്നെ പുറത്താക്കുമെന്ന്. ഇവളങ്ങനെ പലതും പറയും മോനെ. മോനതൊന്നും കാര്യമാക്കണ്ട. നീ വാ, കഴിക്കാൻ ഞാൻ എടുക്കാം. കേട്ടല്ലോ, ഞാനേ അമ്മ പറയുന്നേ അനുസരിക്കും. ഞാൻ പറയുന്നത് നീ അനുസരിക്കും. അതിന് പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. അല്ല, എന്തായിരുന്നു പാതിരാത്രി പരിപാടി? ആരെങ്കിലും കൊല്ലാൻ വേണ്ടി പോയതാണോ, അതോ മോഷണോ? ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. നീ എങ്ങനത്തെ ആളാണെന്നൊക്കെ 2 പേരൊഴിച്ച് ഈ വീട്ടിലെ ബാക്കി എല്ലാവർക്കും അറിയാം. നിന്നെ തേടി വീണ്ടും പോലീസ് വരുമോ? വരരുത്. വന്ന അപ്പം നിന്റെ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും. കുറെ നേരമായാലും ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. അയ്യോ, ഇത് ഭീഷണിയൊന്നുമല്ല ശരത്തെ, മുന്നറിയിപ്പാ. രണ്ടും തമ്മില് മാറിപ്പോകുന്നത് നിന്റെ തലയ്ക്ക് താമസം ഇല്ലാത്തതുകൊണ്ട്. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ കുഴപ്പമൊപ്പിച്ചുള്ള വരവാണെന്ന്. സാരില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ. 5 സ്റ്റാർ ഫുഡിനേക്കാളും രുചിയുള്ള ഭക്ഷണം നിന്നെ കാത്തിരിപ്പുണ്ട് അകത്ത്. നല്ല കഞ്ഞി, നല്ല പുഴുക്കും. ചെന്ന് കഴിക്ക്. ഷടാ പോടാ. ഇതെന്തു പറ്റി സാറേ കയ്യിൽ? ഒരുത്തൻ ഇന്നലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് പോറിയതാ. സൂക്ഷിക്കണ, കുത്തുമാറിയ ഉയിര് പോവും. എന്നെ നോക്കാൻ എനിക്കറിയാം സ്വാമി. അവനവന്റെ ജീവൻ പോകാതെ നോക്കിയാൽ മതി. നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല? നല്ലോണം ഉറങ്ങി. എന്താ? ഉറങ്ങാൻ സാധ്യതയില്ലെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ സ്വാമി, ഇത്രയും കാലം മറുത്തൊന്നും പറയാതെ ഞാൻ ജീവിച്ചു. ഇനി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ലാത്തത് കണ്ടാൽ ഞാൻ പറയും, അത് ആരോടായാലും. ഇത് ജയശങ്കർ സാറിന്റെ വീടാണെന്ന് അറിയാലോ. പേടിപ്പിക്കണോ സ്വാമി? ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും. അതിലെനിക്കൊരു പേടിയില്ല. എന്തിനാ സാറേ വെറുതെ നമ്മൾ തമ്മിൽ വഴക്കിടുന്നു? അല്ല സ്വാമി, കത്തി വീശാനൊക്കെ താൻ എവിടെന്നാ പഠിച്ചത്? താമസം ആശ്രമത്തിലായിരുന്നോ അതോ ദുർഗുണ പരിഹാര പാഠശാലയിലായിരുന്നോ? എനിക്ക് അതൊക്കെ അറിയാം സാറേ. വിശറി കൊണ്ട് വീശാനും അറിയാം, കത്തി കൊണ്ട് കീറാനും അറിയാം. സാറിന്റെ മുമ്പിൽ എന്ത് വേണമെങ്കിലും അയക്കും. എൻ്റെ അടുത്തേക്ക് ആ നമ്പറും കൊണ്ട് വരരുത്. സ്റ്റെത്ത് വെച്ച് പരിശോധിക്കാൻ മാത്രമല്ല, സർജിക്കൽ നൈഫ് ഉപയോഗിച്ച് ഞരമ്പ് കട്ട് ചെയ്യാനും അറിയാം. വേണ്ടെന്ന് വെക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, ഞാനായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കരുതെന്ന് കരുതി മാത്രം.
അതൊരു അവസരമാക്കി എടുത്താൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യും, അത് മനസ്സിലാക്കിക്കോ. ഇത്തവണയെല്ലാം ഞാൻ ക്ഷമിക്കുക. ഇന്നലെ കാണിച്ചതുപോലുള്ള വൃത്തികേട് ഇനി എങ്ങാനും കാണിച്ച വിവരം അറിയും സ്വാമി. ചെല്ല്. എന്താ സാറേ കേൾക്കണ? എല്ലാ രഹസ്യവും അവര് മനസ്സിലാക്കിയല്ലോ. സ്വാമിയുടെ കുഴപ്പം കൊണ്ടാ സ്വാമിയോട് ആരാ ആ നേരത്ത് കത്തിയെടുക്കാൻ പറഞ്ഞത്? എടുത്തില്ലെങ്കിൽ കാണായിരുന്നു. എന്റെ 16 അടിയന്തരം നടത്തിയിരുന്നു അവര്. എടോ, താൻ കത്തി വീശി മുറിച്ചത് നിരഞ്ജന്റെ കയ്യാ. ആ വിശാലിനെയാണ് താൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. നിരഞ്ജൻ സാർ മുന്നിൽ വന്ന് നിന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അടി നടക്കുന്ന സമയത്ത് അമ്മാവനാണോ അളിയനാണോ എന്നൊക്കെ നോക്കാൻ പറ്റൂ സാർ. രക്ഷപ്പെടണം. എങ്ങനെ? സ്വന്തം ജീവൻ രക്ഷിക്കണം. അതല്ല എല്ലാരും ചെയ്യൂ. നിരഞ്ജന് വിട്ടേര് സ്വാമി. അയാളെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നേരിട്ട് കാണുമ്പോൾ ശത്രുക്കളെ പോലെയാണെങ്കിലും നശ്വര എൻ്റെ മോളാ. ഈ ഭൂമിയിൽ എൻ്റെ എന്ന് പറയാൻ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അതെന്താ സ്വാമിക്കറിയില്ലേ? സ്നേഹം കൂടിപ്പോയതുകൊണ്ടാ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവുന്നത്. എന്ന് വെച്ച് അവൾക്കൊരു സങ്കടം വരണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാൻ പിന്നെ അവളുടെ അച്ഛനാവില്ലല്ലോ സ്വാമി. എന്തോ എനിക്കതൊന്നും അറിയില്ല സാർ. തനിക്ക് പിന്നെ എന്തറിയാം? തനിക്കൊരു ചുക്കും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ കാശ് തിരിച്ചു കൊണ്ടുവരാൻ പോയ ആള് വെറും കൈയോടെ തിരിച്ചു വരില്ലായിരുന്നു. ഞാൻ തന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമില്ല കരുതിയത് സ്വാമി. സാറേ, കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. നിരഞ്ജൻ സാറ് വരുന്ന നേരത്തെ ഊഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള പ്ലാന് വേറെ ഉണ്ടാക്കിയിരുന്നേനെ. കത്തി മാത്രമല്ല സാറേ, വാൾ ഉപയോഗിക്കാൻ എനിക്കറിയാം. സ്വാമി, തന്നെ ഞാൻ ഇനി വിശ്വസിക്കണമെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട പണം താൻ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരണം. ഞാൻ എൻ്റെ വഴിക്ക് ശ്രമിക്കാം. സ്വാമിക്ക് സ്വാമിയുടെ വഴിയും നോക്കാം. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പണം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതെനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അതെനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. സാറ് പേടിക്കണ്ട. ആ കാശ് ഇവിടെ തന്നെ തിരിച്ചു വരും. വിശാൽ ഒറ്റയ്ക്കല്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. കൂടാ നിരഞ്ജൻ സാറുണ്ട്. ഇനി എങ്ങനെ കളിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, താൻ ഈ കത്തിയും വാളും ഒക്കെ ഉപയോഗിക്കാൻ എവിടെന്നാ പഠിച്ചത്? എല്ലാം പഠിച്ചിട്ടുണ്ട് സാറേ, കുറേശ്ശെ. എന്നാലോ ഒന്നിലും മാസ്റ്ററല്ല. സ്വാമിയാണോ? ആണ്. സ്വാമി അല്ലേന്ന് ചോദിച്ചാ അല്ല. അതുമല്ല ഇതുമല്ല, അങ്ങനെ ഒരാളാ ഞാൻ. പക്ഷെ സാറ് പേടിക്കണ്ട. കാശ് സാറിന് തിരിച്ചു കിട്ടിയിരിക്കും. ഞാനത് തിരിച്ചു കൊണ്ടുവന്ന് തന്നിരിക്കും. ഇതെന്റെ വാക്കാ, സ്വാമിയുടെ വാക്ക്.